ശ്രീനാഥൻ, കേരളത്തിലെ പോലീസിന്റെ പ്രവർത്തന മഹാത്മ്യവും അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയുടെ മാറ്റുമൊക്കെയാണ് ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ആദ്യത്തെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചപ്പോൾ ശ്രീ ജയ്ക്ക് നമ്മുടെ ചർച്ചയിൽ ഉന്നയിച്ചത്. PV അൻവറിനെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയല്ലോ. ഒരു ഭാഗത്ത് പാർട്ടി ഇടപെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംസ്ഥാന ഇന്റലിജൻസ് പരിശോധിക്കുകയാണ്. വിജിലൻസിന്റെ അന്വേഷണം വേറെയുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ഈ സത്യസന്ധവും സുതാര്യവുമായ ഒരു അന്വേഷണം അത് DGP നടത്തുന്നു. അതിലൂടെ കാര്യങ്ങളെല്ലാം പുറത്തു വരും. ADGP കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് ജയ്ക്ക് ഇവിടെ പറഞ്ഞത്. താങ്കൾക്ക് ഈ അന്വേഷണത്തെ സംബന്ധിച്ചും അൻവറിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ സംബന്ധിച്ചും എന്താണ് അഭിപ്രായം? ആദ്യമേ തന്നെ ജയ്ക്ക് ഇന്നത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് മുണ്ടശ്ശേരി മാഷ് മുതൽ VR കൃഷ്ണയ്യർ മുതൽ ശ്രീ KT ജലീൽ വരെയുള്ള ഇടതുപക്ഷ സ്വതന്ത്ര MLA-മാരുടെ നിലപാടുകളെക്കുറിച്ച് പറഞ്ഞാണ്. അവർക്കൊക്കെ പാർട്ടിയുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര MLA-യുടെ പേര് പ്രിയപ്പെട്ട ജയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അദ്ദേഹം മത്സരിച്ച പുതുപ്പള്ളിയുടെ തൊട്ടടുത്തുള്ള കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 2006 മത്സരിച്ച ശ്രീ അൽഫോൺസ് കണ്ണന്താനം ജയിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ പോയി BJP-യുടെ മന്ത്രിയായിട്ടുള്ള കാര്യം കൂടി ഞാൻ അങ്ങേ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും തുടങ്ങാം. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള MLA-മാർക്ക് സ്വതന്ത്ര നിലപാടുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ BJP-യിൽ പോയ ആളുകൾ കൂടി CPM-ന്റെ വലിയ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് കൂടി ജയ്ക്ക് ഓർത്താൽ നന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ശ്രീ PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അദ്ദേഹം CPM-ന്റെ MLA ആണ്, കേരളത്തിലെ ഒരു MLA ആണ്. MLA-ക്ക് റൂൾസും പ്രോട്ടോക്കോളും വെച്ച് ധാരാളം പ്രിവിലേജുകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട വെയിറ്റേജ് ഈ സർക്കാർ എടുക്കണം. ഇവിടെയുള്ള പ്രശ്നം ആ MLA പ്രതിദാനം ചെയ്ത നിയമസഭയുടെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള കേരള നിയമസഭയിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നു. അദ്ദേഹം പാർട്ടി സ്വതന്ത്രനായതുകൊണ്ട് സമാനമായിട്ടുള്ളൊരു പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുന്നു. പാർട്ടി സെക്രട്ടറി ആദ്യം പറയുന്ന വാക്കുകളിൽ ചില ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ഈ പരാതി കൊടുത്ത സമയങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗൗരവമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്ന് ഒരു വലിയ പ്രശ്ന സമ്മേളനത്തിലൂടെ അദ്ദേഹം പറയുകയാണ് ഇവിടെ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ട് മാത്രം ഒരു സ്റ്റേറ്റിന് തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇതിൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നിലപാടായിട്ട് എല്ലാം അന്വേഷിച്ചു കുഴപ്പമില്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം അന്വേഷിച്ചു കുഴപ്പമില്ല എന്ന് സ്റ്റേറ്റിൻ്റെ ഭാഗമായി പോലീസ് പറയുമ്പോൾ അത് ഇടതുപക്ഷ നിലപാടാണ്. ജയ്ക്ക് അടക്കമുള്ള CPM-ന്റെ ആളുകൾ ഇനി ഇന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂരം വിഷയത്തിൽ തെറ്റുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂരം വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും ആ പൂരത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ദേവസ്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൂരം വിഷയത്തിൽ പൂരം നടത്തുമ്പോൾ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നുള്ളതും അവിടുത്തെ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന തൃശ്ശൂർ ടൗണിൻ്റെ MLA ആയിട്ടുള്ള ശ്രീ VS സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ടൗണിന് അപ്പുറത്തുള്ള ഉള്ളൂർ അസംബ്ലിയിലെ MLA ആയിട്ടുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള ശ്രീ രാജൻ പറയുകയാണ് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ആ നടത്തിപ്പുകാരായിട്ടുള്ള മന്ത്രിയും MLA-മാരും അടക്കമുള്ള ആളുകൾ പൂരത്തിൽ ബാഹ്യ ഇടപെടൽ നടന്നതെന്ന് പറയുമ്പോൾ, LDF പറയുമ്പോൾ, CPI പറയുമ്പോൾ ആ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പോലീസ് റിപ്പോർട്ടിനെ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ADGP അദ്ദേഹം RSSന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ലഘൂകരിച്ച് കാണുന്നത് പോലെ ഇവിടെ ജയ്ക്ക് അടക്കമുള്ള CPM-ന്റെ ആളുകൾക്ക് കാണാൻ കഴിയുമോ? അത് CPM കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനൊരു ഉദാഹരണം പറയാം ഗോപി. CPM-ന്റെ ഇന്നത്തെ ഔദ്യോഗിക പ്രസ്താവന വന്നത് അവരുടെ CPM-ന്റെ ഒഫീഷ്യൽ പേജിലാണ്. ഈ ഒഫീഷ്യൽ പേജിൽ സാധാരണ ഒരു കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ സാധാരണ പോസ്റ്റിൽ കുറവാണ്. പക്ഷേ ഈ പോസ്റ്റിൽ ഏകദേശം 1200 കമൻറ്റുകളുണ്ട്, 337 ഷെയർ ഉണ്ട് CPI ഒഫീഷ്യൽ പേജിൽ. ആ 1200 കമൻറ്റുകളിൽ ഭൂരിഭാഗം കമൻറ്റുകളും സാധാരണക്കാരായിട്ടുള്ള CPM-കാർ സർക്കാർ ചെയ്തത് തെറ്റാണ്, ഇതിലെന്തോ കാര്യമുണ്ടെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ നിങ്ങൾക്ക് സാമ്പിൾ ചെയ്ത് നോക്കിയാൽ മതി. അതെല്ലാം കമൻറ്റ് ചെയ്തിരിക്കുന്ന CPM-ന്റെ ആളുകളാണ്, പേജ് ലൈക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ സാധാരണ അണികളടക്കം ഉള്ള ആളുകൾ അൻവർ പറഞ്ഞ വിഷയങ്ങൾ, അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ അൻവർ പറഞ്ഞ വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നു, ഒരു പ്രത്യേക പ്രദേശത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുവാൻ വേണ്ടി അവിടെ കൂടുതൽ കേസുകൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ADGP അടക്കമുള്ള ആളുകൾ കൊലപാതകത്തിൻ്റെ കാര്യങ്ങൾ അൻവർ പറയുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ അൻവറിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അൻവർ ഒരു വിസിൽ ബ്ലോവറാണ്. വിസിൽ ബ്ലോവർ എന്ന് വെച്ചാൽ ഒരു സംവിധാനത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അകത്തുനിന്ന് വന്ന് പറഞ്ഞ് പരാതി പറയുന്ന ആളാണ് വിസിൽ ബ്ലോവർ. PV അൻവർ എന്ന് പറഞ്ഞ MLA
നമ്മൾ നീതിയുടെ ഭാഗമായി നോക്കുകയാണെങ്കിൽ ഒരു വിസിൽ ബ്ലോവറാണ്. കാര്യങ്ങൾ തുറന്നു വന്ന് പറഞ്ഞ ഒരാളെന്നിരിക്കട്ടെ, ആ ആളോടാണ് ഒരു താക്കീത് കൊടുത്ത് പാർട്ടി ഇനിയും താൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്, ഭരിക്കുന്ന പാർട്ടി പറയുന്നത്. അത് ഏത് ന്യായ സംഹിതയ്ക്കും ഏത് ന്യായത്തെ അടിസ്ഥാനത്തിലാണ് പറയാൻ കഴിയുന്നത്? തെറ്റോ ശരിയോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇനി പുറത്തു പറയണ്ട എന്ന് പറയുന്നത് ഏറ്റവും വലിയ നീതിക്കെതിരെയുള്ള കാര്യമല്ലേ? മുഖ്യമന്ത്രി അടക്കം വന്ന് താൻ പറഞ്ഞത് തെറ്റാണെന്ന് മുൻകൂറായി പറയുന്നു. പാർട്ടി എന്ന് പറയുന്നത് ഇനി ഇയാൾ വാ അടക്കല്ലെന്ന് പറയുന്നു. അത് അഭിമാനത്തോടെ ജയിക്കടക്കമുള്ള ആളുകൾ പറയുകയാണ്, കണ്ടോ അദ്ദേഹം ഇനി വാ അടക്കും. അല്ല, അതിന് വേണമെങ്കിൽ ശബരിനാഥൻ പാർട്ടിക്കും സർക്കാരിനും ഒക്കെ ഒരു ന്യായം പറയാം. അതായത് അൻവർ ആരോപണം ഉന്നയിച്ചു, അതിന്മേൽ അന്വേഷണം നടക്കുകയാണ്, അതിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. വീണ്ടും വീണ്ടും ഇതേ ആരോപണങ്ങൾ പരസ്യമായി ആവർത്തിക്കുകയും പാർട്ടിയെയും സർക്കാരിനെയും അവമതിപ്പുണ്ടാക്കുന്ന, സംശയത്തിന് നിലനിൽ നിൽക്കുന്ന ഒരു പ്രവൃത്തി ഭരണകക്ഷി MLA-യിൽ നിന്നും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാകുന്നതിനെ വിലക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നൊരു ന്യായം വേണമെങ്കിൽ അവർക്ക് പറയാം. ആ അർത്ഥത്തിൽ ഒരു ന്യായമുണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് വാദിച്ചുകൂടെ? ഇല്ല, ആ ന്യായം നമുക്ക് പറയാൻ കഴിയില്ല ഗോപി. കാരണം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ ക്ലിയറാണ്. കഴിഞ്ഞ 15 ദിവസമായി ജയിക്കടക്കമുള്ള CPM-ന്റെ മാധ്യമ സമിതിയിലുള്ള ആളുകൾ ആരും പുറത്തു വരാതിരുന്നപ്പോൾ മുൻനിര നേതാക്കൾ LDF കൺവീനറായ വ്യക്തി ഒഴിച്ച് ബാക്കി ആരും മുഖ്യമന്ത്രിക്ക് വേണ്ടി അനുകൂലമായി പറയാത്തപ്പോൾ, മന്ത്രിമാരെല്ലാം ഈ വിഷയം ചോദിക്കുമ്പോൾ മൈക്കിൽ നിന്ന് ഓടിപ്പിക്കൊണ്ടിരുന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. അദ്ദേഹത്തിന് തന്നെ വന്ന് കയ്യിൽ ബാറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെ അനുകൂലിച്ച് ഈ പറഞ്ഞ 20 മന്ത്രിമാരിൽ ഏതെങ്കിലും മന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ച് പറഞ്ഞു? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI അതിനെതിരെയല്ലേ പറഞ്ഞത്? CPIയുടെ സെക്രട്ടറി അടക്കം അസിസ്റ്റന്റ് സെക്രട്ടറി ജനയുഗം പേപ്പറിൽ എല്ലാ ആഴ്ചയും ലേഖനം എഴുതിയില്ലേ? RJD എന്ന് പറഞ്ഞ അവരുടെ പാർട്ടിയിലെ ആളുകളും അതിനെതിരെ പറഞ്ഞില്ലേ? അപ്പോൾ മുഖ്യമന്ത്രി ചുറ്റും നോക്കുമ്പോൾ തനിക്ക് വേണ്ടി പറയാൻ ജയിക്കടക്കമുള്ള, ഇന്നലെ മുതൽ ആക്റ്റീവായി വന്ന് ജയിക്കടക്കമുള്ള റഹീം അടക്കമുള്ള ചെറുപ്പക്കാരെ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയുന്നില്ല. അപ്പോൾ ഇന്നലെ അദ്ദേഹം അവസാനം സ്വന്തമായി വന്ന് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇവരെല്ലാം കൂടി ഇറങ്ങിയിരിക്കുകയാണ്.